ഇനി ശബരിമല വാർത്തകൾ. ശബരിമലയിൽ ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ്. ഉച്ചയ്ക്ക് 1:30 പമ്പയിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും. വൈകുന്നേരം 6:40 ഇന്ന് ദീപാരാധന. നാളെ മണ്ഡലപൂജ നടക്കാനിരിക്കെ രാവിലെ 11 മണി മുതൽ പമ്പയിൽ നിന്നും തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. ജി ശ്രീജിത്താണ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ചേരുന്നത്. ശ്രീജിത്ത്, ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്. ഇത്തവണ ശ്രീജിത്തിന്റെ ക്രിസ്മസ് അവിടെയാണ്, സന്നിധാനത്താണെന്ന് മനസ്സിലാക്കുന്നു. ശബരിമല വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് അവിടെയും പ്രത്യേകതയുള്ള ദിവസമാണ്. തിരക്കെത്രത്തോളമാണ്? ക്രിസ്മസ് ആശംസകൾ അശ്വതി. അവിടെയും ഗംഭീരമായ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കട്ടെ. എന്തായാലും ശബരിമല പൂർണ്ണമായ ഒരു മണ്ഡല പൂജ അതിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ച് ഇന്ന് കാത്തിരിക്കുന്നത് തങ്കയങ്കി ഘോഷയാത്രയ്ക്കാണ്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുകയാണ് ഇന്ന് വൈകുന്നേരം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇന്ന് ഇവിടെ ഈ സന്നിധാനമുള്ളത്. ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഈ ഘോഷയാത്രയെ സ്വീകരിക്കും. അതിനുശേഷം, അതായത് ഭക്തർ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. ഈ ശരം കുത്തിയിൽ ഈ ഘോഷയാത്ര എത്തിയ ശേഷം മാത്രമായിരിക്കും ഭക്തരെ പമ്പയിൽ നിന്ന് കടത്തിവിടുക. അതായത് ഏതാണ്ട് ഒരു 5 മണിക്ക്. അതിനുശേഷം ഒരു 6:15 ഈ ഘോഷയാത്ര ഇവിടെ ഈ സന്നിധാനത്തേക്ക് എത്തിച്ചേരും. 6:40 ഇന്ന് ദീപാരാധന ഉണ്ടാകുക. ഈ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇന്ന് ഈ ഭക്തർക്ക് പിന്നീട് ദർശനം ഉള്ളത് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. പൂജകളുണ്ട്, വിവിധ തരത്തിലുള്ള പൂജകളുണ്ട്. ഇത് തങ്കയങ്കി ചാർത്തേണ്ട ചടങ്ങുകളുണ്ട്. അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് ഭക്തർക്ക് ദർശനം ഉണ്ടാകില്ല. ഏതായാലും തങ്കയങ്കി ചാർത്തിയുള്ള ഭഗവാനെ ദർശിക്കാൻ 6:40 ശേഷം ഭക്തർക്ക് അവസരമുണ്ടാകും. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായ ശേഷം നാളെ ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 മണ്ഡല പൂജ നടക്കുക. 12:30 മുതൽ 1 മണി വരെയുള്ള സമയത്താണ് മണ്ഡല പൂജ നടക്കുക. ഇന്ന് നട അടയ്ക്കുന്നതിലും ചില പ്രത്യേകതകളുണ്ട്. 3 മണി വരെ, സാധാരണ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് നട തുറക്കുന്നത്. പക്ഷെ ഇന്നത് 5 മണിയാക്കിയിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് ശേഷം പിന്നീട് 5 മണിക്ക് മാത്രമേ ഉള്ളൂ. കാരണം ആ സമയത്ത് കാര്യമായ ഭക്തർക്ക് ദർശനവും ഇല്ല. ഉച്ചയ്ക്ക് ശേഷം ഫലത്തിൽ ദർശനമില്ല. പിന്നെ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ദർശനം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ഇന്ന് വലിയ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത, കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രത്തോളം തിരക്കിന് സാധ്യതയില്ല. കാരണം ഒന്ന്, നിയന്ത്രണങ്ങളുണ്ട്. 2, ഭക്തരെ കടത്തിവിടുന്ന സമയങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് വലിയ തിരക്ക്, ഒരു തിക്കിത്തിരക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണം നടത്തിയിരിക്കുന്നു. എന്തായാലും തങ്കയങ്കിയാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ഈ സന്നിധാനം. അശ്വതി. ശരി, ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയുണ്ട്. ഉച്ചയ്ക്ക് ഘോഷയാത്ര സന്നിധാനത്തെത്തും.